ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കൊരു വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ് ഫ്രീ ആയിട്ട്. നിങ്ങൾക്ക് തമ്പനിയിൽ കണ്ട പോലെ തന്നെ ഫ്രീ ആയിട്ട് ജ്വല്ലറി മേക്കിങ്ങിൻ്റെ മെറ്റീരിയൽസ് അല്ല, ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഒരു ക്ലാസ് തന്നെയാണ് കേട്ടോ. ഇതുവരെ ഞാൻ സെയിലാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹെയർ ബാൻഡിൻ്റെ ഒക്കെ ഒരു 50-ൽ കൂടുതൽ പേര് ക്ലാസ് എടുക്കുന്നുണ്ട്, ഇത്ര ക്ലാസ് എടുത്ത് തരുമോ, ക്ലാസ് എടുക്കുന്നുണ്ടോയെന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി നമുക്ക് ക്ലാസ് ടൈം വെച്ചിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നിയതാണ്, ഇപ്പോൾ ഈ വെക്കേഷനൊക്കെ ആണല്ലോ, അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും ടൈം ഉണ്ടാക്കിയിട്ട് എനിക്കും തന്നെ ഇതിന് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമായതുകൊണ്ട് ഹെയർ ബാൻഡിനെക്കാട്ടും എനിക്ക് ജ്വല്ലറി ഐറ്റംസ് മെറ്റീരിയൽസ് ഉണ്ടാക്കുന്നതിനോട് താല്പര്യം ഉണ്ടായതുകൊണ്ടും ഞാൻ ആഴ്ചയിൽ 2 ദിവസം, അതായത് ആഴ്ചയിൽ ഒരു 1 വീക്കിനുള്ളിൽ 2 ക്ലാസ് എന്തായാലും ഉണ്ടാവും, 2 മേക്കിംഗ് വീഡിയോസ് കിട്ടും. അതിപ്പോൾ ചിലപ്പോൾ എന്താ പറയുക, ചിലപ്പോൾ 2-ൽ കൂടുതലുണ്ടാവും. ജ്വല്ലറി ഐറ്റംസ് തന്നെയാണ്. ചിലപ്പോൾ ഒരു മാലയാണെങ്കിൽ, ചിലപ്പോൾ ഒരു ബ്രേസ്ലെറ്റ്, അല്ലെങ്കിൽ നമ്മളെ ഹെഡ് ക്ലിപ്പോ, അതായത് ക്ലിപ്പോ ഹെഡ് ബാൻഡുകളൊക്കെ അതൊക്കെ ഉണ്ടാവും കേട്ടോ. ഹെയർ ബാൻഡിൻ്റെ ഉണ്ടാവും. കൂടുതൽ ജ്വല്ലറി മേക്കിംഗ് മെറ്റീരിയൽസ് ആയിരിക്കും. ഇയറിങ്സ്, കമ്മലുകൾ, ബ്രേസ്ലെറ്റുകൾ, മാലകൾ, നെക്ലേസുകളായിട്ടും, പിന്നെ എന്താ ഹെയർ ബാൻഡ്, അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഹെയർ ബാൻഡും, അങ്ങനെ ഓരോ മോഡലുകൾ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ഓരോന്ന് മേക്കും. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന, ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന വീഡിയോസ് ഇതൊക്കെ പറ്റിയിട്ടുള്ളതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ മേക്കിംഗ് വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഓരോ ഇതായിട്ട്, അതായത് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഇതാണ് നിങ്ങളോട് വിവരം പറയാമെന്ന് കരുതി ഇങ്ങനത്തെ ഒരു ചെറിയൊരു വീഡിയോ. പിന്നെ ഇത് നിങ്ങൾക്ക് മെറ്റീരിയൽസിൻ്റെ റേറ്റും അതുപോലെ, അതായത് ഇതിൻ്റെ പേരെന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയണം. എൻ്റെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടില്ല, നിങ്ങൾക്ക് വേറെ എവിടെ നിന്ന് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേര് നിങ്ങൾക്ക് അറിയണം, അല്ലെങ്കിൽ ഫോട്ടോസ് നിങ്ങൾക്ക് കാണണം. അപ്പോൾ അത് പരിചയപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള വേറൊരു വീഡിയോസ്, അതായത് മെറ്റീരിയൽസ് എൻ്റെ എന്താ പേര് എന്നൊക്കെ ഉള്ളത്, അത് എത്ര വീതം ഉണ്ടാവും എന്നൊക്കെ ഉള്ളത്, അതിൻ്റെ ടൂൾസുകൾ എന്തൊക്കെയാണെന്നുള്ളതും അതിൻ്റെ വേറെ വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒക്കെ ഈ വെക്കേഷൻ ആകുമ്പോഴത്തേന് തന്നെ നമുക്ക് എന്താ പറയുക, ഒരു ക്ലാസ്സിന് ഫ്രീ ആയിട്ട് തന്നെ, ഫീസില്ലാതെ ഫ്രീ ആയിട്ട് തന്നെ ക്ലാസ്സിന് ആയിട്ട്, അതൊക്കെ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയതാണ്. ഇത് നമ്മൾ ചെയ്തെടുക്കുന്നത് അലാസ്റ്റിക്കിലും ചെയ്തെടുക്കും, അതുപോലെ തന്നെ ഫിഷിംഗ് ത്രെഡല്ല അതിലുണ്ടാവും, ഗിയർ വെയർ അതിലൊക്കെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ മേക്കിംഗ് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുള്ളതാണ്, പക്ഷേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഇത് നിങ്ങൾ വീഡിയോ കണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേന് ഓരോ വീഡിയോസായിട്ട് അപ്ലോഡ് ആയിരിക്കും കേട്ടോ. കണ്ടോ, ഇത് നമ്മൾ ഗിയർ വെയറിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. മാല ഉണ്ടാക്കുന്ന ഗിയർ വെയറിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ചെയ്താലും അല്ലാതെ നമ്മൾ ബ്രേസ്ലെറ്റ് അലാസ്റ്റിക്കിൽ ചെയ്താലും ഒക്കെ വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ, അത് നിങ്ങൾക്ക് അറിയാനും പറ്റും. കണ്ടോ, ഇതൊരു ബ്രേസ്ലെറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇതേ സാധനം തന്നെ നമ്മൾ അലാസ്റ്റിക്കിൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അതായത് നമ്മൾ ബ്രേസ്ലെറ്റ് ചെയ്യുന്ന അലാസ്റ്റിക്കില്ല, അതിൽ ചെയ്തെടുത്തിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് തന്നെ, ആർക്കും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഇതാണ്, കാരണം കോർത്തെടുക്കുന്ന ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് 2 മോഡൽ. അതുപോലെ തന്നെ നമ്മൾ കരിമണിയുടെ മാല, ബ്രേസ്ലെറ്റ് ചെയ്യുന്നൊക്കെ വീഡിയോ അപ്ലോഡ് ആക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ അതിൽ ഉൾപ്പെടുത്തും. അതിൻ്റെ ആ കരിമണിയുടെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടില്ല എന്നുള്ളൂ, അത് ഉൾപ്പെടുത്തും. പിന്നെ അതുപോലെ തന്നെ ഇത് ഒരു ഐറ്റം ബ്രേസ്ലെറ്റ് തന്നെയാണ് കേട്ടോ. ഇതും ഇതുപോലെ തന്നെ ചെയ്തൊരു ബ്രേസ്ലെറ്റ് തന്നെയാണ്. ഇതിൻ്റെയൊക്കെ മേക്ക് വീഡിയോ നമുക്ക് ഇതേ സെയിം തന്നെ ബീഡ്സ് വെക്കണമെന്നില്ല, അത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ബീഡ്സ് വെക്കാമല്ലോ. അതൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. കണ്ടോ, ഇങ്ങനെ വെച്ചിട്ടുള്ള വീഡിയോ കണ്ടോ, ഇത് സെയിം തന്നെ മോഡൽ തന്നെയാണ്, കളർ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് നമുക്കൊരു ക്ലിപ്പായിട്ട് യൂസ് ആക്കാൻ പറ്റുന്നതാണ് കേട്ടോ. കുട്ടികളുടെ സെൻറ്ററിലൊക്കെ ആയിട്ട്, മുടിയുടെ സെൻറ്ററിലൊക്കെ ആയിട്ട് വെച്ചെടുക്കാൻ പറ്റുന്നത് തന്നെയാണ്. ഇതിപ്പോൾ എൻ്റെ അടുത്ത് ഈ റെഡ് സ്റ്റോക്കില്ല, ഇത് ഞാൻ എൻ്റെ ആവശ്യത്തിന് ഒരു 10 പീസ് എടുത്ത് വെച്ചിട്ടുള്ളത്, അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ അടുത്ത് യെല്ലോയും പിന്നെ പിങ്കാണ് എൻ്റെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്കുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഉണ്ട്, ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെ അപ്ലോഡ് ആക്കാം കേട്ടോ. ഓരോ ഞാൻ പറഞ്ഞല്ലോ, ആഴ്ചയിൽ 2 ക്ലാസ്, അതാകുമ്പോൾ നിങ്ങൾക്ക് മെനക്കെടുത്ത് കാണും വേണ്ട, ടൈം എടുത്തിട്ട് കാണാമല്ലോ. 2 ക്ലാസ് അല്ലെങ്കിൽ 3 ക്ലാസ്, അതിൽ കൂടുതൽ എന്തായാലും ചാൻസ് ഇല്ല. എൻ്റെ ഒഴിവിനനുസരിച്ച് ഞാൻ ചെയ്യാം കേട്ടോ. ഒഴിവിനനുസരിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, അപ്ലോഡ് ആക്കാമെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമുക്ക് 10-ാം തീയതിക്ക് ശേഷം, അതായത് 15-ാം തീയതി ആകുമ്പോഴത്തേന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ട് മീൻസ് അപ്ലോഡ് ആക്കും. കണ്ടോ, ഇതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ കസിനുണ്ട്, എളാപ്പാൻ്റെ മോൾ, അവളെ അത്യാവശ്യം സെയിലൊക്കെ നടക്കുന്ന ആൾ തന്നെയാണ്. അവളെ കയ്യിൽ നിന്ന് എടുത്തതാണ് ഞാൻ ഈ മോഡൽ. അത് എൻ്റെ ഒരു മോഡലാണ്. പിന്നെ ഇത് ഞാൻ സ്വന്തമായിട്ട് ചെയ്തതാണ്. അത് സെൻറ്റർ ക്ലിപ്പിൽ വെച്ചിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. നമുക്ക് ഓരോരുത്തർക്കും ഒരു ഐഡിയ ഉണ്ടാണല്ലോ. അപ്പോൾ ഒരു ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നാൽ നിങ്ങൾക്ക് അതുപോലെ വേറെ എന്തെങ്കിലും ഐഡിയ കിട്ടുകയാണെങ്കിൽ
അതായത് ഈ ഒരു ഐഡിയ ഞാൻ അവളെ കയ്യിൽ നിന്ന് കണ്ടു പഠിച്ചപ്പോൾ എനിക്കിതൊരു ഐഡിയ ആയിട്ട് തോന്നി. ഇനി ഇതില്ലാതെ ഇതന്നെ ഇങ്ങോട്ട് വെച്ചിട്ടൊക്കെ ചെയ്യാം. അതൊക്കെ ഓരോരുത്തർക്ക് ഐഡിയക്ക് അനുസരിച്ചിട്ട്. ഇനി ഈ ഫ്ലവർ ഇല്ലാന്ന് കരുതി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. നമ്മൾ ചെറിയ ഫോം ഫ്ലവറിൻ്റെ ബഞ്ച് ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ടും ചെയ്യാട്ടോ. അത് സെൻറ്റർ ക്ലിപ്പിൽ ചെയ്തിട്ടുള്ളതാണ്. ഇത് ബ്ലാക്ക് ആണെങ്കിൽ ഒന്നുകൂടി ഭംഗിയായിരുന്നതിന് ഞാൻ ബ്ലാക്ക് കളർ കൊടുത്തിട്ടുള്ള വൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ മേക്കിംഗ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ആക്കുന്നുണ്ട്. പിന്നെ വന്നിട്ടുള്ള നമുക്കിതാ ഈ ഒരു സാരി ചെയിൻ പോലത്തെ കരിമണിയുടെ സെറ്റായിട്ടാണ് കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ച പോലെയല്ല, അധികം മെനക്കെടൊന്നും വന്നിട്ടില്ല. പക്ഷെ നമുക്ക് നല്ല റേറ്റിന് വിൽക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ, ഓരോ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. ഇത് നമുക്കൊരു ടീനേജ് കുട്ടികളുണ്ടാവുമല്ലോ, അതായത് ഇപ്പോൾ ഒരു 10 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഉണ്ടാവുമല്ലോ, 10, 15, 18 ആ റേറ്റിന് ആ പ്രായത്തിൽക്കാർക്ക് യൂസ് ചെയ്യാൻ നമ്മളെ അതുപോലെ ഇത് നമ്മളെ നെക്കിലായിട്ട് വരുമല്ലോ, അതായത് കഴുത്തിൽ ഇപ്പോൾ സിനി ആർട്ടിസ്റ്റും പിന്നെ കുറേ ആങ്കേഴ്സിൻ്റെയൊക്കെ കഴുത്തിൽ അതുപോലെ നമ്മൾ ഇങ്ങനെ ഇത് കഴുത്തിൽ പെട്ട് എനിക്ക് കാണിച്ചിട്ടറിയുമല്ലോ, അതുകൊണ്ടാണ് കാണിച്ചിടാത്തത്. കുട്ടികൾക്കൊക്കെ പറ്റുന്ന തന്നെയാണ്. നമ്മളിതുപോലെ വടം പോലെ നിൽക്കുകയെന്ന് പറയുമല്ലോ, കഴുത്തിൽ ഇങ്ങനെ വലിഞ്ഞ് നിൽക്കുമല്ലോ, ആ ടൈപ്പിൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് നമ്മൾ കഴുത്തിൽ നിൽക്കുന്ന ടൈപ്പിൽ ചെയ്തിട്ടുള്ളതാണ്. നമുക്കതുപോലെ തന്നെ സെൻറ്ററിൽ ഈ സൈഡിൽ ലോക്കറ്റായിട്ട് വരുന്നതൊക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ മേക്കിംഗ് വീഡിയോസ് അപ്ലോഡ് ആക്കുന്നതാണ്. ഇവിടെ അതായത് ഇവിടെ മാത്രം ലോക്കറ്റ് വെച്ചിട്ട് വരുന്നുണ്ട്. അതുപോലെ 2 ഭാഗത്ത് ലോക്കറ്റ് വെച്ചിട്ട് വരുന്നുണ്ട്. 5 ലെയർ, 4 ലെയർ മാല, 2 ലെയർ മാല, പല ഐറ്റം മാലകളും നമുക്കൊക്കെ വെച്ച് ചെയ്യുന്ന വീഡിയോസ് അപ്ലോഡ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നുള്ളൂ. നിങ്ങൾക്ക് ക്ലാസ് തുടങ്ങുമ്പോൾ എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുത്തുന്നത്, ഏതൊക്കെ ഐറ്റംസാണ് നിങ്ങൾക്ക് പഠിപ്പിച്ച് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് അറിയണമല്ലോ. അതുപോലെ തന്നെ ഇതുപോലത്തെ ഹെയർ ബാൻഡ്, ഇത് ഞാനൊരു ഇംഗ്ലീഷ് ചാനൽ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ഇത് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും ഉണ്ടാവും. പിന്നെ ഇത് പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ, നമ്മളെ മാലമുത്ത് വെച്ചിട്ട് ചെയ്യുന്നത്. ഇത് ഞാൻ നമ്മളെ 650 രൂപയുടെ ബീഡ്സിൻ്റെ കിറ്റ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ കിറ്റിൽ ബീഡ്സ് വെച്ചിട്ട് ചെയ്തിട്ടുള്ള 3 4 ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒക്കെ വൈറ്റ് ആൻഡ് റെഡ് ആൻഡ് കോമ്പിനേഷനിൽ വരുന്ന ഇത് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് വെച്ചിട്ട് ചെയ്തിട്ടുള്ളൊരു ബ്രേസ്ലെറ്റ് കുഞ്ഞു മക്കൾക്ക്, അതായത് നമ്മളിത് ചെറുതാണ് കേട്ടോ, ഒരു 2 വയസ്സിന് താഴെ 1 വയസ്സിന് താഴെ ബ്രേസ്ലെറ്റിൽ ചെയ്യുന്നതിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തോട്ടാ. പിന്നെ ഇത് നമുക്ക് പാലക്ക സെറ്റാണ്. പക്ഷേ ഇത് നമുക്ക് എങ്ങനെ കോർത്തെടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറയും. ഇത് നമുക്ക് കുങ്കുരു എത്തിയിട്ടുണ്ടായിരുന്നല്ലോ, കുങ്കുരു എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ, അടുത്ത വീഡിയോയിൽ. അപ്പോൾ ഇനി ഞാനിപ്പോൾ വീഡിയോസ് ചെയ്യുക, അതായത് ഇപ്പോൾ ക്ലാസ് 2, ക്ലാസ് 1 എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ മെറ്റീരിയൽസിനെ പരിചയപ്പെടുന്നത് ക്ലാസ് 1 എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ആയിട്ടായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നല്ലൊരു ഏണിങ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കാരണം കഴിഞ്ഞ വർഷം ആണ് എനിക്ക് തോന്നുന്നു, കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ യൂട്യൂബ് തിരഞ്ഞു നോക്കിയാൽ ബൺ ഐറ്റംസ് ആയിരുന്നു. ബൺ ഐറ്റംസ് ഇപ്പോൾ എല്ലായിടത്തും എത്തി. അതുപോലെ നമ്മൾ എന്താ പറയുക, ഹെയർ ബാൻഡ് ബിസിനസ്സൊക്കെ ആയി. ഇപ്പോൾ എല്ലായിടത്തും ഒരുവിധ ആൾക്കാരൊക്കെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ വീട്ടമ്മമാർ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നമുക്ക് ജ്വല്ലറി മേക്കിങ്ങും ഓരോ കാലത്തും ഓരോ ഇതാണ്. അപ്പോൾ ജ്വല്ലറി മേക്കിങ്ങും നല്ലൊരു ബിസിനസ്സായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ കാരണം ഇത് ഇപ്പം പെൺകുട്ടികളുള്ളവർക്കറിയാം, ജ്വല്ലറി മാലയും വളയും എന്തായാലും ഒക്കെ ആവശ്യം വരും. നമ്മളെ ഹെയർ ബാൻഡ് പോലെ തന്നെയാണ്, ഇതൊക്കെ ആവശ്യമുള്ളത് തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കണ്ടറിഞ്ഞിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ വീഡിയോ എന്തായാലും പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ വേണമെന്നുള്ളവർ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഉടനെ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെയുള്ളൂ. ഇതിനൊക്കെ മിക്ക വീഡിയോസ് വരുന്നുണ്ട്, ഇതിൽ കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് കാണാൻ നോക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇവിടെ വരുന്ന ടേക്ക് കെയർ, ബൈ.